കാലത്ത് പാർട്ടി വിടുന്നവർ അധികാരമോഹികളെന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തസാക്ഷികളുടെ പാർട്ടിയാണിത്. ഇലക്ഷൻ ബോണ്ട് എന്ന അഴിമതി പണം സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അവിടേക്കാണ് CPMൽ നിന്നും കൂറുമാറിയവർ പോകുന്നത്. 99% പേരും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉറച്ചു നിൽക്കുന്നവരാണ്. വളരെ കുറച്ചു പേർ മാത്രമേ വിട്ടുപോകുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിൽ പാർട്ടി കണക്ക് അവതരിപ്പിക്കുന്നതിൽ പിഴവ് പറ്റിയിട്ടില്ല. കേന്ദ്ര കമ്മിറ്റി മുതൽ ഏരിയ തലം വരെ കൃത്യമായ കണക്ക് അവതരിപ്പിക്കുന്ന പാർട്ടിയാണ് CPM. പാർട്ടിയുടെ ഭരണഘടനയിൽ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണക്കുകൾ ഇത്രമാത്രം സൂക്ഷിക്കുന്ന ഒരു പാർട്ടി CPMനെ പോലെ ഇല്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് CPM BJP ഡീലെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത് വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ ഈ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാട് പിന്തുടർന്നുകൊണ്ട് പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിൽ എല്ലാവരും വർഗീയതകളുമായി സഹകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസരവാദ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോൺഗ്രസ്, പ്രത്യേകിച്ച് കണ്ണൂരിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന K. സുധാകരൻ ഞങ്ങൾ RSSന്റെ ആയുധ പരിശീലനത്തിന് കാവൽ നിന്നവരാണെന്ന് വിമ്പളക്കിയിട്ടുള്ളവരാണ് കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ, ശ്രീ K. സുധാകരൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ RSSന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് അവർ പരിശീലനത്തിന് ക്യാമ്പ് നടത്തുമ്പോൾ ആ ക്യാമ്പ് സംരക്ഷിക്കാൻ നിന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുന്ന കണ്ണൂരിലെ കോൺഗ്രസ്സുകാരോടും കേരളത്തിലെ കോൺഗ്രസ്സുകാരോടും സഹകരിച്ചുകൊണ്ട് എന്ത് ശരിയായ രാഷ്ട്രീയ നീക്കമാണ് ഈ പറഞ്ഞ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ വഞ്ചിച്ച് പുറത്തുപോയവർക്ക് സ്വീകരിക്കാൻ കഴിയുക? തെക്കൊരാളാണെങ്കിൽ എനിക്ക് BJPയുടെ 5000 വോട്ട് കിട്ടുമെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞിരിക്കുകയാണ്, കോൺഗ്രസിൻ്റെ വോട്ടിന് പുറമെ. അപ്പോൾ ഈ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലിൻ്റെ ചില രൂപങ്ങൾ ഈ അവർ നിർത്തുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും വെളിപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. 60 വർഷങ്ങളായിട്ട് നിന്ന 99.9% ആളുകളും ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ്.